ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏവിയേഷനെ കുറിച്ചാണ്. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ നിങ്ങൾക്ക് ഏവിയേഷനെ കുറിച്ച്. നമുക്ക് ഈ വീഡിയോയിലൂടെ ഏവിയേഷനെ കുറിച്ച് അറിയാം. ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരേ പോസ്റ്റിൽ തന്നെയാണോ ജോലി ചെയ്യേണ്ടി വരിക? അബ്സല്യൂട്ട്ലി നോട്ട്. ഏവിയേഷൻ എന്നത് കരിയർ ഗ്രോത്ത് അൺലിമിറ്റഡ് എന്ന് പറയാവുന്ന ഒരു മേഖലയാണ്. ഏവിയേഷൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അറിയുന്നത് പൈലറ്റ് ഓർ ക്യാബിൻ ക്രൂ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എയർപോർട്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോകം തന്നെയുണ്ട്. ഗ്രൗണ്ട് സ്റ്റാഫ്, കസ്റ്റമർ സർവീസ്, എയർലൈൻ ഓപ്പറേഷൻസ്, കാർഗോ ആൻഡ് ലോജിസ്റ്റിക്സ്, എയർപോർട്ട് മാനേജ്മെന്റ്, ടിക്കറ്റിംഗ്, സെക്യൂരിറ്റി കോർഡിനേഷൻ എന്നീ നിരവധി മേഖലകളിൽ ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കരിയർ ഗ്രോത്ത് ഉണ്ടോ? ഉണ്ട്, അതും വളരെ നല്ല രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡന്റ് ആദ്യം ഗ്രൗണ്ട് സ്റ്റാഫ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായി ജോലിയിൽ കയറുന്നു. എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് സീനിയർ എക്സിക്യൂട്ടീവ്, ടീം ലീഡർ, സൂപ്പർവൈസർ, ഡ്യൂട്ടി ഓഫീസർ, പിന്നീട് എയർപോർട്ട് മാനേജർ പോലുള്ള ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വളരാൻ കഴിയും. എക്സ്പീരിയൻസ് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ക്വാളിഫിക്കേഷൻ. അതുപോലെ ഒരു എയർപോർട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസും സ്കില്ലും വർദ്ധിച്ചാൽ ഇന്ത്യയിലെ വിവിധ എയർപോർട്ട്സിലേക്കും പിന്നീട് ഇന്റർനാഷണൽ എയർലൈൻസിലേക്കും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. ഇവിടെ ഡിഗ്രി മാത്രം പോരാ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി, കസ്റ്റമർ ഹാൻഡ്ലിംഗ്, പ്രോബ്ലം സോൾവിംഗ് എന്നീ കഴിവുകളും കൂടി വളർത്തിയെടുക്കണം. Remember this, your attitude decides your altitude. സോ ഏവിയേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നത്തെ ജോലിയെ മാത്രം നോക്കരുത്, അടുത്ത 5 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെ എത്താം എന്നതാണ് ചിന്തിക്കേണ്ടത്. ശരിയായ പരിശീലനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏവിയേഷൻ നിങ്ങളെ മികച്ച ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Your career starts on the ground, but your future can fly high. Thank you for watching.